ഹലോ, എല്ലാവർക്കും കെംസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാം 10th SSLC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസാണ്. അതിൻ്റെ കൂടെ തന്നെ ഇനി ഞാൻ +1 കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. ഓക്കെ, അപ്പം +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഓക്കെ, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. പക്ഷെങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ടോപ്പിക് എന്താ പഠിക്കാനുള്ളത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ഓക്കെ, നമ്മൾ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് മാറ്ററുടെ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ മാറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മിക്സ്ചർ എന്നും പ്യുവർ സബ്സ്റ്റൻസസ് എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് മാറ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മിക്സ്ചറിൽ തന്നെ വീണ്ടും അതിൻ്റെ രണ്ട് ഡിവിഷൻ വരുന്നുണ്ട്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസിന് വീണ്ടും രണ്ട് ഡിവിഷൻ വരുന്നുണ്ട്, എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം ഉള്ളവരെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു ടൈപ്പിലുള്ള ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നതാണ് എലമെൻറ്റ്സ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എലമെൻറ്റ്സിന് ഞാനൊരു എക്സാമ്പിൾ പറയുന്നു, H2O. ഓക്കെ, H2O അല്ല, H2O2. ഓക്കെ, ഇങ്ങനെ രണ്ട് എക്സാമ്പിൾ ഞാൻ എടുത്തു. ഓക്കെ, H എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് ആറ്റം ഉണ്ട്, പക്ഷേ രണ്ടും H തന്നെയാണ്, അല്ലെ രണ്ടും ഹൈഡ്രജൻ തന്നെയാണ്. ഇവിടെ ഓക്സിജനും രണ്ട് ആറ്റം ഉണ്ട്, പക്ഷെങ്കിൽ രണ്ടും ഓക്സിജൻ തന്നെയാണ്. സോ ഇങ്ങനെ ഒരേ ടൈപ്പ് ആറ്റം ഉള്ള ആളുകളെ വിളിക്കുന്നതാണ് നമ്മൾ എലമെൻറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഹൈഡ്രജൻ ഇവിടെ H2O2, ഈ H2 എന്ന് പറയുന്ന രണ്ട് ആറ്റം വന്നിട്ടുണ്ടെങ്കിലും ആ രണ്ട് ആറ്റവും ഹൈഡ്രജൻ ആണ്. ഓക്സിജൻ ഇവിടെ രണ്ട് ആറ്റം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാറ്റവും ഓക്സിജൻ തന്നെയാണ്. സോ ഇങ്ങനെ ഒരേ ആറ്റംസ് അല്ലെ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം ഉള്ളവരെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം കോമ്പൗണ്ട്സ് എന്താണ്. വാട്ട് ഈസ് കോമ്പൗണ്ട്സ്? ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു ഒരേ ടൈപ്പുള്ള അല്ലെങ്കിൽ വൺ ടൈപ്പ് ഓഫ് ആറ്റം വരുന്നവരെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ്, അതായത് ഒന്നിലധികം ആറ്റംസ് ഉള്ളവരെ വിളിക്കുന്നതാണ് നമ്മൾ കോമ്പൗണ്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ആറ്റം മാത്രം വരുന്നവരെ എലമെൻറ്റ്സ് എന്നും ഒന്നിലധികം ആറ്റംസ് വരുന്നവരെ നമ്മൾ വിളിക്കുന്നതാണ് കോമ്പൗണ്ട്സ്. അതിനൊരു എക്സാമ്പിൾ നോക്കാം, H2O. ഓക്കെ, H2O ഇതിൽ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഓക്കെ, അപ്പം ഒന്നിലധികം ആറ്റംസ് വന്നിട്ടുണ്ട്. ഇനി വേറൊരെണ്ണം നോക്കാം, NH3. അതൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഇവിടെ നൈട്രജനും വന്നിട്ടുണ്ട് ഹൈഡ്രജനും വന്നിട്ടുണ്ട്. സോ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പം എലമെൻറ്റ്സും കോമ്പൗണ്ട്സും എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹോമോജീനിയസ് മിക്സ്ചറിനെ നമ്മൾ മിക്സ്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഈ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ യൂണിഫോം കോമ്പസിഷനിലുള്ള മിക്സ്ചേഴ്സ്. അതായത് നിങ്ങളൊരു മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും പാർട്ടിക്കിൾസ് ഒരേ കോമ്പസിഷനിൽ ആണ് കാണുന്നതെങ്കിൽ ആ മിക്സ്ചറിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഹോമോജീനിയസ് മിക്സ്ചർ? യൂണിഫോം കോമ്പസിഷനുള്ള മിക്സ്ചർ. അതായത് ഏതൊരു മിക്സ്ചർ നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലാണ് കാണപ്പെടുന്നതെങ്കിൽ ആ മിക്സ്ചറാണ് ഹോമോജീനിയസ് മിക്സ്ചർ. ഓക്കെ, ഇനി അപ്പോൾ എന്തായിരിക്കും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്? ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ നോൺ യൂണിഫോം കോമ്പസിഷനുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, ഇത് യൂണിഫോം കോമ്പസിഷൻ ആണെങ്കിൽ ഇത് നോൺ യൂണിഫോം കോമ്പസിഷനുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ
എടുത്തെന്ന് വെക്കുക. അതിൽ പല സ്ഥലത്തും പല രീതിയിലാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെയും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെയും എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഹോമോജീനിയസ് മിക്സ്ചറിൻ്റെ നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചറിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അതായത് എയർ ഒരു എക്സാമ്പിളാണ്. പിന്നെ സോൾട്ട് സൊല്യൂഷൻ, പിന്നെ ഷുഗർ സൊല്യൂഷൻ. ഇതൊക്കെ ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിളാണ്. അതായത് എല്ലാ തരത്തിലുള്ള സൊല്യൂഷനും ഹോമോജീനിയസ് മിക്സ്ചറാണ്. മനസ്സിലായല്ലോ. ഇനി ഹെട്രോജീനിയസിനുള്ള എക്സാമ്പിളാണ്, കാണിച്ചു തരാം. ഇത് മായ്ച്ചു കളയട്ടെ. ഹെട്രോജീനിയസിനുള്ള എക്സാമ്പിളാണ് എന്താണ്? മഡ്ഡി വാട്ടർ, ചെളി വെള്ളം, മഡ്ഡി വാട്ടർ, പിന്നെ സോയിൽ. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഹെട്രോജീനിയസിന് എക്സാമ്പിളാണ്. കാരണം നോൺ യൂണിഫോം ആയിട്ടാണ് അവിടെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇതാണ് മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് നിങ്ങൾക്ക് കുറച്ച് ഈ മാറ്റേഴ്സിൻ്റെ, അതായത് ഈ ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. അതായത് ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. ഓക്കെ, കൂടുതലും ക്ലാസിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് ആണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. ഓക്കെ, ഈ കാണുന്നത് മുഴുവൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് ആണ്. പക്ഷേ ഒരുപാട് റൂൾസ് ഉള്ള ഈ സംഭവം പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഈ റൂൾസ് മുഴുവനായിട്ടൊന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് റൂൾസ് മാത്രം പഠിച്ചാൽ മതി. അത് ഞാൻ സിമ്പിൾ സ്റ്റെപ്സിൽ നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഞാൻ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഈ 1 to 9 വരെ ഞാൻ എഴുതിയ എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, ഈ നമ്പേഴ്സ് എല്ലാം, അതായത് ഈ 1 to 9 ഞാനിപ്പോൾ എഴുതിയ നമ്പേഴ്സ് വന്നാൽ ഈ നമ്പേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരാത്ത ആളാരാണ്? ഇതിൽ വരാത്ത ആളാണ് 0, അല്ലേ? ഇതിൽ വരാത്ത ആളാണ് 0. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു 1 2 3 4 5 6 7 8 9, ഇങ്ങനെ 9 വരെ വരുന്ന എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിൽ വരാത്ത ആളാണ് 0. ഞാൻ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. 0 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് വരണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 0യുടെ റൂൾസ് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ 0 എഴുതി. ഫസ്റ്റ് 0യുടെ, അതായത് 0 വരണമെങ്കിൽ ഉള്ള ഒരു ആദ്യത്തെ റൂളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് 0 പോയിന്റ്, ഇത് പോയിന്റ്, ഡെസിമൽ പോയിന്റ് ആണ്. 0.01. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഡിജിറ്റ് എഴുതി. ഇവിടെ നോക്കിയേ, 0 ഒരു നമ്പറിൻ്റെ മുന്നിൽ ആണ് വന്നതെങ്കിൽ, അതായത് ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്, അല്ലേ? 1 ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അപ്പോൾ 0 ഒരു നമ്പറിന് മുന്നേ വന്നാൽ ആ രണ്ട് സീറോസും നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഈ രണ്ട് സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ 1 മാത്രമേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് റൂൾ. 0 വരുന്നതിൻ്റെ ഫസ്റ്റ് റൂളാണ്. എന്താണ്? 0 ഒരു നമ്പറിന് മുൻപിൽ വരികയാണെങ്കിൽ അവിടെ എത്ര സീറോസ് വന്നാലും അതിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. സോ ഇവിടെ ഈ 1 എന്ന് പറയുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് മുമ്പിലാണ് ഈ 0 വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ 0യെ നമ്മളൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എടുക്കുന്നില്ല. ഇവിടെ 1 മാത്രമേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറെ നമുക്ക്
കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇതാണ് സീറോ ഉള്ളതിൻ്റെ ഒരു ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സെക്കൻഡ് റൂൾ നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇതും സിഗ്നിഫിക്കൻ്റ് അല്ല, ഇത് മാത്രമാണ് ഇവിടെ സിഗ്നിഫിക്കൻ്റ്. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരെണ്ണം ഞാൻ പറയാം. അടുത്തൊരു റൂളാണ് 1 0 0 1. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം 1 എന്ന് പറയുന്നത് ഓൾറെഡി സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 1ൻ്റെ ഇടയ്ക്കാണ് ഈ 2 സീറോസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത റൂൾ ശ്രദ്ധിച്ച് കേട്ടോണം. 2 നമ്പറിൻ്റെ ഇടയിൽ ആണ് സീറോ വരുന്നതെങ്കിൽ ആ 2 സീറോസിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, 2 നമ്പേഴ്സിൻ്റെ ഇടയിലാണ് സീറോ വരുന്നതെങ്കിൽ ആ 2 സീറോ അല്ലെ എത്ര സീറോ വരുന്നു അത്രയും സീറോയിനെ നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇവിടെ ഈ 2 സീറോയും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. സോ ഇവിടെ ടോട്ടൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്കപ്പോൾ കിട്ടും. 1 2 3 4. ഓക്കെ ആണോ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു നമ്പറിൻ്റെ മുന്നിലായിട്ട് സീറോ വരികയാണെങ്കിൽ ആ സീറോയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇവിടെ രണ്ടാമത്തെ റൂളിൽ പറഞ്ഞു 2 നമ്പേഴ്സിൻ്റെ ഇടയിലാണ് സീറോ വരുന്നതെങ്കിൽ ആ സീറോയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി തേർഡ് റൂൾ എന്ന് പറയുന്നത് നോക്കി, ഞാനിവിടെ 1 0 0 എന്ന് എഴുതി, 1.00 എന്നും എഴുതി. ഓക്കെ, ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഇവിടെയാണ് ഡെസിമൽ പോയിന്റ് ഇല്ല അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന 2 സീറോസിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന 2 സീറോസിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടത്തെ അപ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല, ഇവിടെ 1 ഓൾറെഡി സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഇതിൽ സീറോ വരുന്നത് ലാസ്റ്റിലാണ്. ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല, അതുകൊണ്ട് ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലായോ? ഇത് സീറോ ലാസ്റ്റിലാണ് വരുന്നത്, ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല, അതുകൊണ്ട് ഈ 2 സീറോയെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഇത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഒന്നുകൂടെ റൂൾസ് പറയാം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ഒരു നമ്പറിന് മുന്നിൽ സീറോ വരികയാണെങ്കിൽ ആ സീറോയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് 2 നമ്പേഴ്സിൻ്റെ ഇടയിലാണ് സീറോ വരുന്നതെങ്കിൽ ആ 2 സീറോയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഒരു നമ്പർ തന്നിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് സീറോ വരുന്നതെങ്കിലും ആ സീറോയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യില്ല. അതേസമയം ഒരു നമ്പറിൻ്റെ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് സീറോ വരികയാണെങ്കിൽ ആ സീറോയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായല്ലോ? ഇത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ സീറോയുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂള് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും ഇനി ചെയ്യാൻ, ഓരോ എക്സാമ്പിളും പഠിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒരു നമ്പറിന് മുന്നിൽ സീറോ വന്നാൽ, അല്ലെങ്കിൽ ഒരു നമ്പറിന് മുന്നിൽ കാണിച്ചു തരാം ഒന്നുകൂടെ. ഒരു നമ്പർ 0.01, അതായത് ഒരു നമ്പറിന് മുന്നിൽ സീറോ വരികയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ ഒരു 1 മാത്രമേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. പിന്നെ 2 നമ്പറുകൾക്കിടയിൽ സീറോ വരികയാണെങ്കിൽ 1 0 0 1, ഈ 2 നമ്പറുകൾക്കിടയിൽ സീറോ വരികയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെന്താ ഞാൻ പറഞ്ഞത്? ലാസ്റ്റ് സീറോ വരികയാണെങ്കിൽ അവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട് എങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഡെസിമൽ പോയിന്റ് ഇല്ല എങ്കിൽ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിനെ നിങ്ങൾക്ക് എക്സാമിന് ഇതിനെപ്പറ്റി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ ഞാൻ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഓരോന്നിലും എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എടുക്കാം 200. ഓക്കെ,
200 നമുക്ക് എടുക്കാം. 200 എന്ന് വരുമ്പോൾ നിങ്ങൾ സീറോയുടെ റൂൾ ഓർക്കുക. ഒരു നമ്പർ വന്നിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് സീറോ വരുന്നതെങ്കിൽ ആ സീറോയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. നമ്മൾ മൂന്നാമത് നമ്മൾ പഠിച്ച റൂളാണ്. ഓക്കെ, അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഇവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 മാത്രമേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അടുത്തത് 4033. ഇവിടെ ഈ നമ്പേഴ്സിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് സീറോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സീറോ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി 6.022 ഇൻറ്റു 10⁻⁻23 എന്നാണ് വരുന്നതെങ്കിൽ ഈ സാധനം നിങ്ങൾ നോക്കുകയേ വേണ്ട. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്കറിയാം 6.022 എന്ന് പറയുമ്പം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം സീറോ വന്നതുകൊണ്ട് ഈ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ 6 ഓൾറെഡി സിഗ്നിഫിക്കൻ്റ് ആണ്, 2 ഓൾറെഡി സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട്? രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിൽ ആണ് സീറോ, അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് ആ സീറോയെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. റൗണ്ട് ഓഫ് 0.0525 ടു എ നമ്പർ വിത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അതായത് 0.0525 എന്നുള്ളതിനെ നമ്മൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. 0.0525. ഓക്കെ, 0.0525. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? നമുക്കറിയാം, ഒരു നമ്പറിന് മുൻപിൽ സീറോ വരികയാണെങ്കിൽ ആ സീറോ ഒരിക്കലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. അപ്പോൾ ഈ രണ്ട് സീറോയും സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ്? 5 സിഗ്നിഫിക്കൻ്റ് ആണ്, പിന്നെ 2 സിഗ്നിഫിക്കൻ്റ് ആണ്, പിന്നെ 5ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇപ്പോൾ ഇവിടെ അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഓക്കെ, ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുക എന്ന് പറയുമ്പം ഞാൻ ഈ 5 എന്ന് പറയുന്ന ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ അങ്ങ് ഒഴിവാക്കി. ഓക്കെ, അപ്പം ബാക്കി ഞാൻ എഴുതാം 0.052 ഇങ്ങനെ ഞാൻ എഴുതി. അതായത് 5നെ ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇനി ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1, 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. നമ്മൾ 5നെ അങ്ങ് ഒഴിവാക്കി. ഇനി ലാസ്റ്റ് ഇവിടെ 2 ആണ് അല്ലേ? ഇവിടെ നമ്മൾക്ക് ലാസ്റ്റിൽ വന്നിരിക്കുന്ന 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? സോ ഒരു ഈവൻ നമ്പർ ആണ് നമുക്ക് വരുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അവിടെ നിർത്തണം. അതായത് ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ അതായത് റൗണ്ട് ഓഫ് 0.0525 ടു എ നമ്പർ വിത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.052 ആയിരിക്കും. കാരണം 5നെ നമ്മൾ ഒഴിവാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. ഇനി ഇവിടെ ഒരു ഓഡ് നമ്പറാണ് വന്നിരിക്കുന്നതെന്ന് ഒന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. 0.053 ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെക്കുക. ഓക്കെ, ഇങ്ങനെ 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പം 3 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു നമ്പർ കൂട്ടി ഈവൻ നമ്പറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അതായത് 0.053 ആണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പം 3 ഒരു ഓഡ് നമ്പർ ആണ്. നമുക്കിവിടെ ഓഡ് പറ്റില്ല, നമുക്കിവിടെ ഈവൻ നമ്പർ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സോ നമ്മൾ ഈ 3യെ നമ്മൾ എന്താക്കണം? ഈവൻ നമ്പർ ആയിട്ട് മാറ്റണം. സോ ഇവിടെ ഒരു 1 കൊണ്ട് നമുക്ക് 3യെ കൂട്ടണം. സോ 0.054 എന്നായിരിക്കും അപ്പോൾ വരുന്നത്. മനസ്സിലായല്ലോ? ഇത് ഓഡ് ആയിരുന്നു. ഈ ഓഡിനെ നമ്മൾ ഈവനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ 3യുടെ കൂടെ ഒരു 1 കൊണ്ട് കൂട്ടിയപ്പോൾ ഇവിടെ 4 ആയി. അപ്പോൾ ഇതൊരു ഈവൻ നമ്പറായി. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാവും. നമ്മൾ മുമ്പേ ചെയ്തത് ഇവിടെ ഓൾറെഡി ഈവൻ നമ്പർ വന്നത് കൊണ്ട് നമ്മൾ ആ ആൻസർ തന്നെ കൺസിഡർ ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ? ഈവൻ നമ്പർ വരുമ്പോൾ ആണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട,
ആൻസർ എഴുതുക. അതേസമയം ഓഡ് നമ്പറാണ് നമുക്ക് ലാസ്റ്റിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1 കൂടെ കൂട്ടി നമ്മൾ അതിനെ ഈവൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആൻസറായിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ ഇത്രയും. ഇനി അടുത്തത് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കി, വിച്ച് എമംഗ് ദ ഫോളോയിങ് മെഷർമെന്റ്സ് കണ്ടെയ്ൻസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ ഏതിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് നോക്കിയേ. നിങ്ങൾ ഈ 10 ഇപ്പം ഇവിടെ ഇപ്പം 1.123 ഇൻറ്റു 10⁻³ അല്ലെ 10⁻5 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ 10⁻2 വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ ആകെ ഈ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താണോ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് 1.123 ആണ്. ഓക്കെ, ഇവിടെ എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 to 9 ഏത് നമ്പേഴ്സ് വന്നാലും അതെല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. സോ ഇവിടെ 1.123 എന്ന് എഴുതിയതിൽ ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇവിടെ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് 1.2. ഓക്കെ, 1.2 വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, 1ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, 2ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അടുത്ത സി നോക്കിയേ, 0.123. ഓക്കെ, 0.123 എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? അതായത് ഒരു നമ്പറിന് മുന്നിൽ 0 വരികയാണെങ്കിൽ നമ്മൾ ആ 0യെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ആകെ 1, 2, 3 എണ്ണം മാത്രമേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് വരുന്നത്. 0 നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല. ഓക്കെ ആണോ? ഇനി അടുത്ത ഡിയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഒരെണ്ണം, 2 മാത്രമേ ഉള്ളൂ അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. സോ ഒരെണ്ണം മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? മാറ്റർ പഠിച്ചു, മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചു, മാറ്ററിനെ ക്ലാസിഫൈ ചെയ്ത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്, എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് ഇതെല്ലാം എല്ലാം പഠിച്ചു. അതിൻ്റെ എക്സാമ്പിൾ നോക്കി. പിന്നെ നമ്മൾ പഠിച്ചതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ 0 വരുമ്പം എന്തൊക്കെ റൂൾസാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് പഠിച്ചു. ഓക്കെ, അപ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.